വെൽക്കം ടു ഗ്രീൻ PSC. ടൈപ്സ് ഓഫ് ഡയറി ഫാമിംഗ്, അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്നിങ്ങനെ 2 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ആനിമൽ ഹസ്ബൻഡറിയിലെ 11ാമത്തെ ക്ലാസ് ആണ് ഇത്. ഏതൊരു PSC എക്സാം എടുത്താലും അതിൽ വിജയിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നത് തന്നെയാണ്. ഈ വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യുക. ഇതിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു എക്സാം എന്ന രീതിയിൽ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ടോപ്പിക്സ് നിങ്ങൾ എത്ര നന്നായി പഠിച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In which of the following dairy farming, dairying is practiced as a business enterprise where the main source of income is by the sales of milk and milk products? Option A, commercial dairying. Option B, family cow. Option C, coral dairying. Option D, high-tech dairy farming. Okay, ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ കൊമേഴ്ഷ്യൽ ഡയറിയിങ് ആണ്. കൊമേഴ്ഷ്യൽ ഡയറിയിങ്ങിൽ ഓർക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതാണ്. ഡയറിയിങ് ഒരു ബിസിനസ് സംരംഭമായിട്ടാണ് ഇവിടെ നടപ്പാക്കുന്നത്. പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിന്റെ സെയിൽസിലൂടെയാണ് ലഭിക്കുക. ഒരു കൃഷി എന്നതിലുപരി ഒരു ബിസിനസ് സംരംഭമായിട്ട് തുടങ്ങുന്നത് കൊണ്ട് ഇതിന് ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും ആവശ്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്ത്യ ഡാഷ് ടൈപ്പ് ഓഫ് ഡയറി ഫാംസ് ആർ ഓൺ എ റൈസ്? ഓപ്ഷൻ എ, ഹൈടെക് ഡയറി ഫാമിംഗ്. Option B, mixed farming. Option C, integrated farming. Option D, commercial dairy farming. Okay, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി കൊമേഴ്ഷ്യൽ ഡയറി ഫാമിംഗ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പ് ഓഫ് ഡയറി ഫാമിംഗ് ഇൻ വിച്ച് 1 or 2 animals are maintained in the house utilizing mainly the waste from the house and field. Option A, specialized farming. Option B, coral dairying. Option C, commercial dairying. ഓപ്ഷൻ ഡി, ഫാമിലി കൗ. ഏതാണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, ഫാമിലി കൗ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പ് ഓഫ് ഡയറി ഫാമിംഗ് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ വില്ലേജസ് ആൻഡ് കോസ്റ്റ് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലോ. ഓപ്ഷൻ എ, കൊമേഴ്ഷ്യൽ ഡയറിയിങ്. ഓപ്ഷൻ ബി, ഫാമിലി കൗ. ഓപ്ഷൻ സി, കോറൽ ഡയറിയിങ്. ഓപ്ഷൻ ഡി, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ഫാമിലി കൗ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഡയറി ഫാമിംഗ് ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് മേ ബി യൂട്ടിലൈസ്ഡ് ഫുള്ളി ബൈ ദ ഫാമിലി മെമ്പേഴ്സ്? ഓപ്ഷൻ എ, കൊമേഴ്ഷ്യൽ ഡയറിയിങ്. ഓപ്ഷൻ ബി, ഫാമിലി കൗ. ഓപ്ഷൻ സി, കോറൽ ഡയറിയിങ്. ഓപ്ഷൻ ഡി, ഡൈവേഴ്സിഫൈഡ് ഫാമിംഗ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ഫാമിലി കൗ ആണ്. അപ്പോൾ എന്താണ് ഈ ഫാമിലി കൗ? വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് 1 or 2 പശുക്കളെ വളർത്തുന്ന രീതിയാണ് ഫാമിലി കൗ എന്ന് പറയുന്നത്. മറ്റു സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് മിൽക്ക് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ദിസ് ടൈപ്പ് ഓഫ് ഡയറിയിങ് ഈസ് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ വില്ലേജസ്. ഇത്രയും പോയിന്റ്സ് ഓർത്തു വയ്ക്കണം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഡയറി ഫാമിംഗ് ഈസ് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്? ഓപ്ഷൻ എ, ഓർഗാനിക് ഫാമിംഗ്. ഓപ്ഷൻ ബി, കോറൽ ഡയറിയിങ്. ഓപ്ഷൻ സി, ഫാമിലി കൗ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബോവ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, കോറൽ ഡയറിയിങ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഡയറി ഫാമിംഗ് calves and dry animals are not usually kept? Option A, coral dairying. Option B, commercial dairying. Option C, family cow. Option D, high-tech dairying. Okay, ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, കോറൽ ഡയറിയിങ് ആണ്. അപ്പോൾ കോറൽ ഡയറിയിങ്ങുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതാണ്. ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. കാവ്സ് ആൻഡ് ഡ്രൈ ആനിമൽസ് ആർ നോട്ട് യൂഷ്വലി കെപ്റ്റ് അണ്ടർ ദി സിസ്റ്റം. അതുപോലെ കോസ്റ്റ് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഹൈ ആയിരിക്കും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഡാഷ് ഡയറി ഫാം യൂസസ് മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ് ആൻഡ് ടെക്നോളജീസ് ഫോർ all operations, especially milking. Option A, commercial dairying. Option B, mixed farming system. Option C, high-tech dairying. Option D, coral dairying. അപ്പോൾ ഏതാണ് ഇതിന്റെ ആൻസർ?
ഇതിന്റെ ആൻസർ ഹൈടെക് ഡയറിയിങ് ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കൗസ് ആൻഡ് ഡ്രൈ ആനിമൽസ് ആർ യൂഷ്വലി കെപ്റ്റ് ഇൻ കോറൽ ഡയറിയിങ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫാമിലി കൗ ഈസ് ദ ടൈപ്പ് ഓഫ് ഡയറി ഫാമിംഗ് പ്രാക്ടീസ്ഡ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇൻ ഹൈടെക് ഡയറി ഫാമിംഗ് ദ എമൗണ്ട് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലോ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓൺലി, ഓപ്ഷൻ ബി ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഓൺലി, ഓപ്ഷൻ സി തേർഡ് ഓൺലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ ആണ്. അതായത് ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ തെറ്റാണ് എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. എങ്ങനെയെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? കാവ്സ് ആൻഡ് ഡ്രൈ ആനിമൽസ് ആർ യൂഷ്വലി കെപ്റ്റ് ഇൻ കോറൽ ഡയറിയിങ് എന്നാണ്. എന്നാൽ ഇത് ശരിയാണോ? അല്ല. കാവ്സിനെയോ ഡ്രൈ ആനിമൽസിനെയോ കോറൽ ഡയറിയിങ്ങിൽ നമ്മൾ വളർത്താറില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഫാമിലി കൗ ഈസ് ദ ടൈപ്പ് ഓഫ് ഡയറി ഫാമിംഗ് പ്രാക്ടീസ്ഡ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. എന്നാൽ ഫാമിലി കൗ എന്ന സിസ്റ്റം കൂടുതലും വില്ലേജസിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇൻ ഹൈടെക് ഡയറി ഫാമിംഗ് ദ എമൗണ്ട് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലോ എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു ഹൈടെക് ഡയറി ഫാമിനെ സംബന്ധിച്ച് മറ്റു സിസ്റ്റത്തെക്കാൾ മിൽക്ക് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് കോറൽ ഡയറിയിങ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഹൈ yielding cows in lactation will be purchased and reared till dry. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Calves and dry animals are usually kept under this system. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. This type of dairying is practiced mainly in villages. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫസ്റ്റ് ഓൺലി, ഓപ്ഷൻ ബി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓൺലി, ഓപ്ഷൻ സി തേർഡ് ആൻഡ് ഫോർത്ത് ഓൺലി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓരോ ഓപ്ഷൻസും നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. കറക്റ്റ് ആണോ? അതെ, കോറൽ ഡയറിയിങ് ടൗൺസിലും സിറ്റീസിലുമാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഹൈ yielding cows in lactation will be purchased and reared till dry എന്നാണ് പറയുന്നത്. ഇതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? Calves and dry animals are usually kept under this system എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാവ്സിനെയോ ഡ്രൈ ആനിമൽസിനെയോ ഈ സിസ്റ്റത്തിൽ നമ്മൾ വളർത്താറില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ദിസ് ടൈപ്പ് ഓഫ് ഡയറിയിങ് ഈസ് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ വില്ലേജസ് എന്നാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സിസ്റ്റം കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത് ടൗൺസിലും സിറ്റീസിലും ആണ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി തേർഡ് ആൻഡ് ഫോർത്ത് ഓൺലിയാണ് കറക്റ്റ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഡയറിയിങ് ഈസ് പ്രാക്ടീസ്ഡ് ആസ് എ ബിസിനസ് എന്റർപ്രൈസ്. ഫാമിലി കൗ. ഹിയർ 1 or 2 animals are maintained. Coral dairying. It is practiced mainly in towns and cities. Commercial dairying. താഴെ എ ബി സി ഡി എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ സി ആണ്. ഡയറിയിങ് ഈസ് പ്രാക്ടീസ്ഡ് ആസ് എ ബിസിനസ് എന്റർപ്രൈസ്. കൊമേഴ്ഷ്യൽ ഡയറിയിങ്. രണ്ടെന്ന് പറഞ്ഞാൽ എ ആണ്. ഹിയർ 1 or 2 animals are maintained. ഫാമിലി കൗ. മൂന്നെന്ന് പറയുന്നത് ബി ആണ്. ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് മെയിൻലി ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. കോറൽ ഡയറിയിങ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു കൊമേഴ്ഷ്യൽ ഡയറിയിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഡയറിയിങ് ഈസ് പ്രാക്ടീസ്ഡ് ആസ് എ ബിസിനസ് എന്റർപ്രൈസ് where the main source of income is by the sales of milk and milk products. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഈസ് കോമൺ ഇൻ അണ്ടർഡെവലപ്ഡ് കൺട്രീസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കൊമേഴ്ഷ്യൽ ഡയറിയിങ് റിക്വയർസ് എ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്പേസ് റിക്വയർമെന്റ് ഈസ് ലെസ്. ഓപ്ഷൻ എ ഓൾ ദി അബവ്, ഓപ്ഷൻ ബി ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഓൺലി, ഓപ്ഷൻ സി ഫസ്റ്റ് തേർഡ് ആൻഡ് ഫോർത്ത് ഓൺലി, ഓപ്ഷൻ ഡി ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ഓൺലി.
കൊമേഴ്ഷ്യൽ ഡയറിങ്ങുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ കണ്ടെത്താനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. എന്നാൽ ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നോക്കാം. ഇറ്റ് ഈസ് കോമൺ ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ല, ഡെവലപ്ഡ് കൺട്രീസിൽ കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഈ കൊമേഴ്ഷ്യൽ ഡയറിങ് എന്ന് പറയുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് പ്രൊട്ടക്ട് അവർ ഹെഡ് ഫ്രം ഫാളിംഗ് ഓബ്ജക്ട്സ്. ഓപ്ഷൻ എ ഗോഗിൾസ്, ഓപ്ഷൻ ബി ഹാർഡ് ഹെഡ്, ഓപ്ഷൻ സി ഗംബൂട്ട്സ്, ഓപ്ഷൻ ഡി നൺ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ഹാർഡ് ഹെഡ് ആണ്. ഇത് കൂടാതെ ഹെൽമെറ്റും ഹെഡ് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ പേഴ്സൺസ് ആർ എക്സ്പോസ്ഡ് ടു എക്സസീവ്ലി ലൗഡ് എൻവയോൺമെന്റ്, ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ റെക്കമെൻഡഡ് ഈസ്. ഓപ്ഷൻ എ ഫേസ് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ ബി ഫുഡ് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ സി ഹെഡ് പ്രൊട്ടക്ഷൻ, ഓപ്ഷൻ ഡി ഹിയറിംഗ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ഹിയറിംഗ് പ്രൊട്ടക്ഷൻ ആണ്. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? നല്ല ശബ്ദം കൂടിയ സാഹചര്യത്തിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം കൂടിയ എൻവയോൺമെന്റുമായി കോണ്ടാക്ട് വരുമ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ഏതാണ് എന്നാണ്. ഹിയറിംഗ് പ്രൊട്ടക്ഷൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ദ എക്യുപ്മെന്റ് വോൺ ടു മിനിമൈസ് എക്സ്പോഷർ ടു ഹസാർഡ്സ് ദാറ്റ് കോസസ് സീരിയസ് വർക്ക് പ്ലേസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ്. ഓപ്ഷൻ എ ECG, ഓപ്ഷൻ ബി EEG, ഓപ്ഷൻ സി PPE, ഓപ്ഷൻ ഡി ഓൾ. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ജോലി സ്ഥലത്ത് ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാക്കുന്ന സാഹചര്യം കുറയ്ക്കുന്നതിന് ധരിക്കുന്ന ഉപകരണങ്ങൾ, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ECG എന്നാൽ? ECG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. EG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. അപ്പോൾ ഇവിടെ ആൻസർ PPE അഥവാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്? ഓപ്ഷൻ എ ഹിയറിംഗ് പ്രൊട്ടക്ഷൻ ഇയർ മഫ്, ഓപ്ഷൻ ബി ഹാൻഡ് പ്രൊട്ടക്ഷൻ ഗ്ലൗസ്, ഓപ്ഷൻ സി ഫുഡ് പ്രൊട്ടക്ഷൻ എപ്രോൺ, ഓപ്ഷൻ ഡി ഐ പ്രൊട്ടക്ഷൻ ഗോഗിൾസ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ഫുഡ് പ്രൊട്ടക്ഷൻ ആണ്. അതാണ് ഇവിടെ തെറ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ഹിയറിംഗ് പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇയർ മഫ്സ് ആൻഡ് ഇയർ പ്ലഗ്സ്. ഹാൻഡ് പ്രൊട്ടക്ഷൻ ഗ്ലൗസ് ആണ് ഉപയോഗിക്കുന്നത്. ഫുഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഗം ബൂട്ട്സ്, ബൂട്ട്സ്, സേഫ്റ്റി ഷൂസസ്. എപ്രോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബോഡി പ്രൊട്ടക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഐ പ്രൊട്ടക്ഷന് വേണ്ടി ഗോഗിൾസും സേഫ്റ്റി ഗ്ലാസും ഉപയോഗിക്കുന്നുണ്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് പ്രൊട്ടക്ട് അവർ ഫുഡ് ഫ്രം സ്നേക്ക് ബൈറ്റ്, സ്ലിപ്പറി സർഫേസ്, ഷാർപ്പ് ഐറ്റം പെനിട്രിയേഷൻ എക്സെട്ര. ഓപ്ഷൻ എ ഗംബൂട്ട്സ്, ഓപ്ഷൻ ബി ഗ്ലൗസ്, ഓപ്ഷൻ സി ഗോഗിൾസ്, ഓപ്ഷൻ ഡി ഹാർഡ് ഹെഡ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ കാലുകളെ സ്നേക്ക് ബൈറ്റിൽ നിന്നും സ്ലിപ്പറിയായ സർഫസിൽ നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഐറ്റം തുളച്ചു കയറിൽ നിന്നും സംരക്ഷിക്കുന്നത് എന്താണ് എന്നാണ്. ഓപ്ഷൻ എ ഗംബൂട്ട്സ് ആണ് ആൻസർ. ഇതുകൂടാതെ ബൂട്ട്സും സേഫ്റ്റി ഷൂസസും യൂസ് ചെയ്യാം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നീഡഡ് വെൻ വർക്കിംഗ് ഇൻ കൺഫൈൻഡ് സ്പേസസ് സച്ച് എസ് സില്ലോസ്? ഓപ്ഷൻ എ ഫേസ് ഷീൽഡ്സ്, ഓപ്ഷൻ ബി ബ്രീത്തിങ് അപ്പാരറ്റസ്, ഓപ്ഷൻ സി ഇയർ മഫ്സ്, ഓപ്ഷൻ ഡി ഹാർഡ് ഹെഡ്. എന്താണ് ഇവിടുത്തെ ആൻസർ? ഓപ്ഷൻ ബി ബ്രീത്തിങ് അപ്പാരറ്റസ് ആണ്. അതായത് സില്ലോ പോലുള്ള കൺഫൈൻഡ് ആയിട്ടുള്ള സ്പേസസിൽ ഓക്സിജൻ കുറവായിരിക്കും. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ബ്രീത്തിങ് അപ്പാരറ്റസ് ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ഐ പ്രൊട്ടക്ഷൻ? ഓപ്ഷൻ എ ഫേസ് ഷീൽഡ്സ്, ഓപ്ഷൻ ബി സേഫ്റ്റി ഗ്ലാസസ്, ഓപ്ഷൻ സി ഗോഗിൾസ്, ഓപ്ഷൻ ഡി ഓൾ. അപ്പോൾ കണ്ണിന്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾ ആണ് ഇവിടുത്തെ ആൻസർ. ഓൾറെഡി നമുക്കറിയാം സേഫ്റ്റി ഗ്ലാസസും ഗോഗിൾസും ഐനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ഫേസ് ഷീൽഡും. അതായത് ഫേസിന്റെ മൊത്തത്തിലുള്ള പ്രൊട്ടക്ഷൻ ആണ് ഫേസ് ഷീൽഡ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിൽ കണ്ണും ഉൾപ്പെടും.
20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് സേഫ് ഗാർഡ്സ് അവർ ഹാൻഡ്സ് ഫ്രം ഹസാർഡസ് സബ്സ്റ്റൻസസ്, ഹോട്ട് ഓർ കോൾഡ് സർഫേസ്, ഇൻഫെക്ഷ്യസ് ഓർഗാനിസംസ്, കെമിക്കൽസ്, ഇലക്ട്രിക് ഷോക്സ്, റഫ് ടെക്സ്ചർ എക്സെട്ര. ഓപ്ഷൻ എ ഗ്ലൗസ്, ഓപ്ഷൻ ബി എപ്രോൺ, ഓപ്ഷൻ സി മാസ്ക്, ഓപ്ഷൻ ഡി നൺ. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഹാൻഡിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗ്ലൗസ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. താങ്ക്സ് ഫോർ ഹിയറിംഗ് മീ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ അടുത്ത ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബൈ.